ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കറ്റ്സിലാക്കിയിട്ട് കിട്ടുന്ന ലേസ്, ബിങ്കോ അതുപോലത്തെ പൊട്ടാറ്റോ ചിപ്സ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, പിന്നെ അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഫ്ലേവറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന മസാലക്ക് അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോ ചിപ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോവും. ഞാനിപ്പോൾ ഒരു 4 ഇതുപോലെ മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലത്തെ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ പൊട്ടാറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പം നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള പൊട്ടാറ്റോസാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ സ്റ്റാർച്ചി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറേ പ്രാവശ്യം കഴുകിയിട്ട് അതിലെ സ്റ്റാർച്ച് ഒഴിവാക്കി കളയണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോവും, ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നോൺ സ്റ്റാർച്ചി വാങ്ങണമെന്ന് പറയുന്നത്. അത് എങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ അതിൻ്റെ സ്കിന്ന് നല്ല തിന്നാവും. നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ സ്കിന്ന് വേഗം പറഞ്ഞു പോരും. പിന്നെ കുറേ മണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് ഷോപ്സിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുപോലത്തെ പൊട്ടാറ്റോസ് നോക്കിയിട്ട് വാങ്ങുക. അല്ലാതെ സാധാരണ കിട്ടിയത് വെച്ചാൽ അത് കുറേ പ്രാവശ്യം കഴുകിയിട്ട് അതിലെ സ്റ്റാർച്ച് ഒഴിവാക്കി കളയുക. ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഗ്രേറ്ററും സ്ലൈസറും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു സാധനമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പം ഇതിൽ 2 ഭാഗമുണ്ട്, നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റിയ 2 ഭാഗമുണ്ട്. മേൽഭാഗത്തുള്ള ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ സാധാ ഡിസൈനൊന്നും ഇല്ലാതാണ് സ്ലൈസ് ചെയ്ത് കിട്ടുക. ഈ താഴ്ഭാഗത്തുള്ളതിൽ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിങ്കോക്കൊക്കെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വേവി ആയിട്ടുള്ള അതുപോലെ കിട്ടും. അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ടാണ് സ്ലൈസ് ചെയ്യാൻ പോണത്. നല്ല തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. ഇത് നമ്മൾ സ്ലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോവും. ഇപ്പോൾ ഇതുപോലത്തെ സ്ലൈസറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പീലർ ഉണ്ടല്ലോ, നമ്മൾ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ തൊലി കളയാൻ എടുക്കുന്ന പീലർ, അത് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടാറ്റോ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അധികം പ്രഷർ കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിന്നായിട്ട് തന്നെ കിട്ടും ചെയ്യും. അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങ് മുഴുവനും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ സ്റ്റാർച്ച് ഒഴിവാക്കി കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കഴുകുകയാണ്. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക. ഒരു 4-5 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർച്ചി ആയിട്ടുള്ള സാധാ പൊട്ടാറ്റോ ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും ചെയ്യേണ്ടി വരും. വെള്ളം തെളിഞ്ഞ് വരണം, അതുവരെ ഇങ്ങനെ കഴുകിക്കൊണ്ടേ നിൽക്കുക. ഇപ്പോൾ വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനൊരു 4-5 പ്രാവശ്യം ഇത് കഴുകി. ഈ സ്റ്റെപ്പ് മസ്റ്റാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചിപ്സ് ക്രിസ്പി ആവില്ല. അതുകൊണ്ട് എന്തായാലും ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കുക. ഇനി നമ്മൾ ഇത് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. കുറച്ച് വിനീഗറും ഉപ്പും അതുപോലെ കോൺഫ്ലോറും കൂടെ ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. ഈ ചിപ്സ് എല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പൊട്ടാറ്റോ പീസസൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു ടവൽ വിരിച്ചിട്ട് അതിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഒന്നിനെ തൊടാതെ തന്നെ വെക്കുക, അപ്പോഴേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. എന്നിട്ട് അത് ടവൽ വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന്
ടവലിലേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു 30 മിനിറ്റെങ്കിലും വെച്ച് കൊടുക്കുക. നല്ലോണം ഡ്രൈ ആയിട്ട് വരണം. ഇനിയിപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒപ്പിക്കൊടുത്തിട്ട് പിന്നെ നേരെ വെയിലത്ത് കൊണ്ടുപോയി വെക്കുക, ഒരു തുണിയിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പൊട്ടറ്റോ പീസസൊക്കെ നല്ലോണം ഉണങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ട് ചൂടാക്കുക. അത്യാവശ്യം ഓയിൽ വെക്കണം. ഒരു ഫ്രൈങ് പാൻ, പരന്നിട്ടുള്ള ഫ്രൈങ് പാൻ എടുക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് കുറേ എണ്ണ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ നല്ല പരന്നിട്ടുള്ളൊരു ഫ്രൈങ് പാൻ എടുത്ത് അതിലാവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. ഓയിൽ ചൂടാവണ വരെ ഫ്ലെയിം ഹൈയിലിട്ടിട്ട് ചൂടായി കഴിഞ്ഞാൽ അത് മീഡിയം ടു ലോയിലാക്കി വെക്കുക. കാരണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം കരിഞ്ഞു വരും. കാരണം നല്ല തിൻ സ്ലൈസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം കരിയാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. ഇനി പൊട്ടറ്റോ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇടണ്ട, ബാച്ച് ബാച്ച് ആക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ നല്ലോണം വെതറി ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു 2-3 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. നമുക്കിങ്ങനെ ഈ സ്പൂൺ വെച്ചിട്ട് ഇളക്കുമ്പം അത് ക്രിസ്പിയായി വരുന്നത് മനസ്സിലാവും. അപ്പോൾ തന്നെ കോരിയെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ കളറ് മാറിപ്പോവും, ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങും. അതുകൊണ്ട് ക്രിസ്പി ആയി കഴിഞ്ഞാൽ വേഗം തന്നെ കോരിയെടുക്കുക. അങ്ങനെ ഞാനിതിപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്. നമ്മൾ അത്ര തിന്നാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലേവർ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പം ടൊമാറ്റോൻ്റെ ആ ഫ്ലേവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഡ്രൈ ആക്കിയിട്ടുള്ള പൗഡർ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സാധാ പോലെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും വെതറി കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പിസ്സ സീസണിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുക. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ അവർ പ്രിസർവേറ്റീവ്സും കേടുവരാതെക്കാൻ പ്രിസർവേറ്റീവ്സും പിന്നെ ആഡഡ് ഫ്ലേവേഴ്സും ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് കേടാണ്. അതുകൊണ്ട് ഇനി ആരും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. മിസ്സസ് മലബാർ തന്നെയാണ് ഇൻസ്റ്റ ഐഡിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്